വലിക്കുന്നില്ല. ഒന്ന് ഇളക്കി കൊടുക്ക്. ഹലോ എവ്രി വൺ, നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് മൂവാറ്റുപുഴയിലാണുള്ളത്. മൂവാറ്റുപുഴയിൽ റൊമാൻസിയ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. അതായത് മൂവാറ്റുപുഴയിൽ അങ്കമാലി. ഇവിടെ നല്ല കുഴിമന്തി അതേപോലെ തന്നെ നല്ല അൽഫാമൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ അറിയുന്ന ഒരു ചേട്ടൻ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, നീ കഴിക്കടാ, നീ എന്താണ് നിൻ്റെ ശരീരം ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞ് കഴിക്കണമൊക്കെ ഉണ്ട് നമ്മളെ ശരീരത്തിലേക്ക്, ഇത് നമ്മളെ ബോഡി ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളി പറയാണ് കഴിക്കാനായിട്ടാണ് നല്ലപോലെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിനെ പറഞ്ഞ്, നിങ്ങളെക്കാട്ടും ഞാൻ കൂടുതൽ കഴിക്കുന്നത്. ഓ പിന്നേന്നൊക്കെ പറഞ്ഞ്. നമ്മളൊക്കെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. അതായത് ഫുഡ് ചലഞ്ച് ഇല്ലേ, ഒരു ചലഞ്ച്. അതായത് അൽഫാം തിന്നിട്ട് ആരാണ് കൂടുതൽ തിന്നത്, പുള്ളിക്കാരനായിട്ട് തന്നെ ഒരു ചലഞ്ച് വെച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പം ഞാനാണോ പുള്ളിയാണോ വിൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പം സാധനങ്ങളൊക്കെ അവിടെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ഇൻട്രോ തരാമെന്ന് വിചാരിച്ചു ഇവിടുന്ന്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സാധനങ്ങൾ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് നമ്മൾ. അപ്പം ബിനിച്ചേട്ടനും ഞാനും കൂടിയുള്ള ചലഞ്ചാണ് ഇത്. 2 കിലോ ചിക്കനാണുള്ളത് മൊത്തം ഉള്ളത്. 1 കിലോന് 1,300 ഉണ്ടാവില്ല. 1,300. അതായത് 4 ക്വാർട്ടറാണ്. 4 ക്വാർട്ടർ ഒരു ഫുള്ള്. 1,300 ഉണ്ടാവും ഒരു ചിക്കന്. അങ്ങനത്തെ 2 ചിക്കനാണുള്ളത്. ആവുമ്പം 2.5 കിലോ അല്ലേ? 2,600 വരും. 2.5 കിലോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വേണോ? ഇതെടുക്കും. അതെ, ഇവിടെ ആയിട്ടില്ല. തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ചലഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി എന്നോട് പറഞ്ഞത് ഞാൻ കുറച്ച് കഴിക്കുള്ളൂ, വലിയ ഫുഡ് കഴിക്കണമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മളൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. കാരണം നമ്മളെ ഫുഡിങ് രീതി, ചിക്കനോടുള്ള പ്രേമമൊക്കെ നമുക്കേ അറിയുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങില്ലേ ചേട്ടാ? തുടങ്ങിക്കും. ഫസ്റ്റ് പീസ്. അടിപൊളിയോ? ആയിട്ടുള്ളൂ. ഒന്നും തന്നെ ഇതുവരെയായിട്ട് ഫിനിഷ് ആയിട്ടില്ല. ടൈം 3 മിനിറ്റ് ആയി. ഒരെണ്ണം തീർന്നിരിക്കുവാണ്. ഉള്ളിൻ്റെ ഫസ്റ്റ് ചെറിയ പീസായിരുന്നു, അതുകൊണ്ടാണ് വേഗം തീർന്നത്. ഞാൻ വലിയ പീസ് എടുത്തിട്ടാണ്. സെക്കൻഡ് പീസ്. എടാ എത്ര മിനിറ്റ് ആയി?
6 മിനിറ്റ് എടുത്ത് ഒന്ന് തീരാൻ. ഇവിടെ വലിക്കുന്നില്ല. ഒന്ന് ഇളക്കി കൊടുക്ക്. രണ്ടാമത്തെ കഴിയാനായോ? സ്ഥിരല്ലേ? സ്ഥിരം പരിപാടിയാ. ഇതിൽ നമുക്കൊരു ശരാശരി മനുഷ്യന് എത്ര അൽഫാം കയറുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? ആ, അത് തീർച്ചയാണ്. എന്തായാലും ഞാൻ മെല്ലെ വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തീർന്നോ? എന്റേത് കഴിയാനായി. പാടാണ്. ഞാനും മൂന്നാമത്തെ. ഓരോരുത്തരുടെ ശരീരം വെച്ച് നോക്കുമ്പോ ഉച്ചക്ക് കഴിച്ച ഫുഡ് കയറിയിട്ടാന്ന് തോന്നുന്നുണ്ട്. ഞാൻ കഴിക്കുന്നതാ. വലിഞ്ഞു മടുത്തു. ഞാൻ നിർത്തിക്കോട്ടെ. കഴിഞ്ഞ പോകുന്നില്ല. ഞാൻ തീർക്കൂല. ഞാൻ സുല്ലിട്ടു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളോട് കളിച്ചാല്. നമിക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ സ്ഥിരം പരിപാടി ആരാന്ന്? നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കും. വീണ്ടും അതിന്റെ ആവശ്യമൊക്കെ പോയി. പാടാ. സമ്മതിക്കണം ഗുരുവേ, സമ്മതിക്കണം. ചിക്കൻ ചതിക്കില്ല. അതാണ്. വിട്ടുകൊടുക്കില്ല. നമ്മളെ ചലഞ്ച് ചെയ്തല്ലേ? അറിയാതെ ഒരു അബദ്ധം പറ്റി പോയതാ. ഇനി മേലിൽ ആവർത്തിക്കരുത്. ആവർത്തിക്കില്ല. ഈ ചലഞ്ച് ഞാൻ ജയിച്ചാൽ ഇതിന് പൈസ കൊടുക്കണ്ട. ഫ്രീയാ. കാശ് പോയില്ലേ? കമ്പനിക്ക് കിട്ടും. കമ്പനി ജയിച്ചാൽ. നിർത്തുവല്ലേ? ഞാൻ തോൽവി പറഞ്ഞു. ഞാൻ എൻ്റെ ചലഞ്ച് 1,300 ഞാൻ അകത്താക്കിയിരിക്കും എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. അതാണ് നമ്മുടെ മൈൻഡ്. ഇത് കണ്ടോ? ഇതെൻ്റെ കൈ.
ഇയാളെ കയ്യുണ്ടല്ലേ? പാടാ. ഇപ്പൊ മനസ്സിലായില്ലേ വണ്ണത്തിലൊന്നും ഒരു കാര്യമില്ലെന്ന്. ഇനി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരിക്കലുമില്ല. ഇതൊക്കെ എന്ത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. ഞാനും ഫിനിഷിംഗ് ആയി, പക്ഷെ 3 ആയോണ്ടെന്നേ ഉള്ളൂ. 3 ആയോണ്ടെന്നേ ഉള്ളൂ. സെറ്റാവട്ടെ. എങ്ങനെ സാധിക്കുന്നതൊക്കെ? ആദ്യമൊക്കെ ചവച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത്, പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പോകും. പിന്നെ ചവയ്ക്കുന്നതൊക്കെ വായിലേ നിൽക്കുള്ളൂ, ഇറക്കാൻ വിചാരിച്ചാലും ഇറങ്ങൂല. ഓൾമോസ്റ്റ് കഴിയാന്. മത്സരം പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കടുത്തതായി പോയി. സോറി ഗൈസ്, ജസ്റ്റ് ഒന്ന് നമ്മുടെ ബാറ്ററി ലോ ആയി. പക്ഷേ നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെയാണ് ബാറ്ററി ലോ ആയത്. 25 ഞാൻ ടൈമർ ഓഫ് ആക്കി ഇത്തിരി ലേറ്റായി. 23 മിനിറ്റാണ് നമ്മളിത് മൊത്തം ഫിനിഷ് ചെയ്യാൻ വേണ്ടി എടുത്തത്. നമ്മളല്ല, ഞാൻ ഫിനിഷ് ചെയ്യാൻ എടുത്തത്. പുള്ളിൻ്റെ കാര്യം കഴിഞ്ഞ്, അതെ, പവറൊന്നുമില്ല. അപ്പം നമ്മളെ ഒരിക്കലും ഈ മെലിഞ്ഞ ആൾക്കാർ എല്ലാവർക്കും ഉള്ളൊരു പറച്ചിലാണ്, നീ കഴിക്കുന്നില്ല അത്. അതുകൊണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല നമ്മളെപ്പോലത്തെ ആൾക്കാർ. സ്ട്രോങ് ബോഡിയാണ്, ഒരു അസുഖമില്ലാത്ത ബോഡികളാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഭയങ്കര ടയേർഡാവും ഇവരൊക്കെ. വല്ല കയറ്റവും ട്രക്കിംഗ് ഒക്കെ കയറി. നമ്മളൊക്കെ ഏത് മലയും ഓടി കയറുന്ന ആൾക്കാരാണ്. എന്തൊക്കെ പറയാൻ പറ്റും. അതെ. ഓക്കെ, അപ്പോൾ അടിപൊളി അൽഫാമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, ഇത്രയും നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ പറ്റും. വെറുതെ ചിക്കൻ ഇങ്ങനെ മണവണ തിന്നാനൊന്നും പറ്റില്ല അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പം നല്ല അടിപൊളി അൽഫാമാണ്. റൊമാൻസിയ, നിങ്ങൾ ഈ വഴിക്ക് റൊമാൻസിയ നിങ്ങൾ, അതായത് അങ്കമാലി മൂവാറ്റുപുഴ റോട്ടിലാണ് ഈ റൊമാൻസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലുള്ളത്. സോ മൂന്നാറൊക്കെ പോകുന്ന വഴിക്കാണ് ഇതുള്ളത്. അതായത് അങ്കമാലി എന്നൊക്കെ വരുമ്പോൾ അല്ലേ, മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പം പോകുന്ന വഴിക്ക് ഇവിടുന്ന് കയറിയിട്ട് നല്ല ഫുഡൊക്കെ അടിക്കാം. ഇവിടെ അടുത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വന്ന് നോക്കാം. അടിപൊളി പെടക്കം ഫുഡാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചലഞ്ച്, ഇതേപോലത്തെ ചലഞ്ചൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. ഇതിനെക്കാട്ടി വലിയ ചലഞ്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നമ്മളാരും വെല്ലുവിളിക്കാൻ പാടില്ല അല്ലേ? ഓക്കെ, അല്ല, എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം തീർച്ചയായും. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതെ, കമൻറ്റ് ചെയ്യുക. എനിവേ, നമുക്ക് അടുത്ത ഒരു പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്.